ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്സ് ആൻഡ് ഗോ ആണ്. സോ മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫീച്ചറാണ് ഗോൻ്റെ. സോ അത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ടാണ്. ഭയങ്കര യൂസ്ഫുൾ ആണ്. പിന്നെ അതെന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർ ആണ്. കീ വാല്യൂ പെയർ ഇൻ ദ സെൻസ് ലൈക്ക് നമുക്കിപ്പോൾ ഒരു ആധാർ കാർഡ് ഉണ്ട്, ആധാർ കാർഡിനൊരു ഐ ഡി ഉണ്ട്. ആ ഐ ഡി നമ്മുടെ പേരും സെയിം ആയിരിക്കും. ലൈക്ക് സെയിം എന്ന് പറയുമ്പോൾ ആ ഐ ഡിയിൽ നമ്മളുടെ പേര് തന്നെ ആയിരിക്കും ഉണ്ടാവുക, അല്ലാണ്ട് വേറൊരാളുടെ പേര് ആ ഐ ഡി സെയിം ഐ ഡിയിൽ ഉണ്ടാവില്ല. സോ ഇറ്റ്സ് യുണീക്ക്. കീ എന്നുള്ളത് യുണീക്കായിരിക്കും, വാല്യൂ ഉള്ളത് യുണീക്കായിരിക്കും. ഇപ്പോൾ കീ വാല്യൂ പെയർ ആണത്. അതും രണ്ടും പെയർ എന്ന് പറയുമ്പോൾ രണ്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പോലെ. സോ അത് ഭയങ്കര പോപ്പുലറാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് സെർച്ച് ചെയ്യാനും അതേപോലെ റിട്രീവ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ഏത് ടൈപ്പ് വേണമെങ്കിൽ പറ്റും. ലൈക്ക് ഇൻറ്റു ആണോ, ഫ്ലോട്ട് ആണോ, സ്ട്രിങ് വേണോ, പോയിൻ്റർ വേണോ, ഏതൊക്കെ വേണമെങ്കിലും വാല്യൂ വയ്ക്കാൻ പറ്റും. അതുപോലെ ദേ ഡോണ്ട് ഹാവ് ടു ബി യുണീക്ക്. കീയുടെ പോലെ യുണീക്ക് ആവണമെന്ന് അങ്ങനെ നിർബന്ധമില്ല. ദ ടൈപ്പ് ഓഫ് കീസ് ആൻഡ് വാല്യൂസ് മസ്റ്റ് ബി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം വിത്ത് ദ സെയിം മാപ്പ്, ബട്ട് ദ കീ ആൻഡ് വാല്യൂ ടൈപ്പ് ക്യാൻ ബി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കീ ചിലപ്പോൾ വേണമെങ്കിൽ ഇൻറ്റും വാല്യൂ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങും കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നുള്ള പോലെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ മാപ്പ് എന്ന് പറയുമ്പോൾ ഓൾസോ നോൺ ആസ് ലൈക്ക് ഹാഷ് മാപ്പ്, അതുപോലെ ഹാഷ് ടേബിൾ, അൺഓർഡേഡ് മാപ്സ്, ഡിക്ഷണറീസ് ഓർ അസോസിയേറ്റീവ് അറേസ് എന്നൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ നമുക്ക് അറിയപ്പെടാൻ പറ്റും മാപ്സിനെ. യു ക്യാൻ ഓൺലി ആഡ് വാല്യൂസ് ടു ദ മാപ്പ് ആഫ്റ്റർ ദാറ്റ്. ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിൽ വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു എറർ നമുക്ക് നമ്മുടെ ടെർമിനലിൽ അല്ലെങ്കിൽ കമ്പൈലർ തരുന്നതായിരിക്കും. ഇത് പറ്റില്ല, അയ്യോ എന്നുള്ള ഒരു എറർ മെസ്സേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നേരം കളയാതെ നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. ജസ്റ്റ് ലെറ്റ്സ് ട്രൈ വിത്ത് സം എക്സാമ്പിൾസ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ നേരത്തെ അതേപോലെ സെയിം ഫോൾഡറിൽ തന്നെയാണ് ഗോ ട്യൂട്ടോറിയൽ എന്നുള്ളിൽ അതിൽ main.go എന്നുള്ള ഒരു ഫയലുണ്ട്. അതിൽ ഇപ്പോൾ ജസ്റ്റ് എം ടി ആണ്, അതിൽ ഒന്നുമില്ല. സോ വിൽ ബി ആഡിങ് മോർ ഇൻ ടു ദിസ് പെർട്ടിക്കുലർ ഫയൽ. സോ യാ, സോ ആദ്യം നമുക്ക് മാപ്സ് അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാപ്സ് ഒരെണ്ണം ഇനീഷ്യലൈസ് ചെയ്യാം. സോ വേർ മൈ മാപ്സ് എന്ന് പറഞ്ഞിട്ട് വേർ മൈ മാപ്സ് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുകയാണെന്ന് മാപ്പ് ഓഫ് സ്ട്രിങ് ആണ് കീ എന്നുള്ളത്. കീ അപ്പോൾ ഞാൻ സ്ട്രിങ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വാല്യൂ എന്നുള്ളതും സ്ട്രിങ് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, വേർ മൈ മാപ്പ് ഓഫ് സ്ട്രിങ് എന്നുള്ള പോലെ ഞാൻ വിളിച്ചു. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനേക്ക് വാല്യൂസ് എന്ത് ചെയ്യണം, അസൈൻ ചെയ്യണം. സോ എങ്ങനെ നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാം എന്ന് നോക്കുമ്പോൾ മൈ മാപ്സ് എന്നുള്ള പോലെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ നേരിട്ടിട്ട് അങ്ങനെയൊന്നും വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളൻ ഈക്വൽ ടു മേക്ക് എന്ന് ഞാൻ പറഞ്ഞു. മാപ്പ് ഓഫ് സ്ട്രിങ് ഇപ്പോൾ ഞാൻ പറഞ്ഞു മൈ മാപ്സ് ഇസ് ഈക്വൽ ടു മേക്ക് ഓഫ് മാപ്പ് ഓഫ് സ്ട്രിങ് എന്നുള്ള പോലെ ഞാൻ വിളിച്ചു. സോ ഇത് നമുക്ക് നോക്കി നോക്കാം. ഡിക്ലെയർ നോട്ട് യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് നമുക്ക് ഇതിലത്തെ ഈ ഒരു സംഭവം കളയാം. സോ അമ്മലും അത് തന്നെയാണ് കാണിക്കുക, വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞുതരാം. സോ നമുക്കിനി ഇതിൽ വാല്യൂസ് അസൈൻ ചെയ്യണം, അത് കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ മൈ മാപ്സ് ഓഫ് ഡോഗ് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്തെന്ന്, ലീസ. അപ്പോൾ മൈ മാപ്സ് ഓഫ് ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസയാണെന്ന് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ മൈ മാപ്സ് ഓഫ് ക്യാറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്തെന്ന്, മിട്ടു. സോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ മാപ്സ് എന്നുള്ള ഒരു വേരിയബിൾ ഉണ്ട്. അതിലത്തെ ഡേറ്റ എന്നുള്ളത് മാപ്പ് ഓഫ് സ്ട്രിങ് എന്നാണ്. ഈ ആദ്യത്തെ ബ്രാക്കറ്റിനുള്ളിലത്തെ സ്ട്രിങ് എന്നുള്ളത് കീ ആയിരിക്കും, അപ്പുറത്തെ വാല്യൂ ആയിരിക്കും. ഞാൻ പറയുകയാണെന്ന്, കീ എന്നുള്ളത് ഡോഗാണ്, വാല്യൂ എന്നുള്ളത് ലിസയാണ്. അടുത്തതെന്ന് പറഞ്ഞു ഞാൻ കീ എന്നുള്ളത് ക്യാറ്റാണ്, വാല്യൂ എന്നുള്ളത് മിട്ടു എന്നാണ്. ഇപ്പം ഞാൻ മൈ മാപ്സ് ഓഫ്, ഞാനിവിടെ സ്ട്രിങ് കൊടുക്കാതെ ഞാൻ 1 2 3 കൊടുത്തു കഴിഞ്ഞാൽ എറർ പറയും. ഞാൻ 1 2 3 എന്നുള്ളത് 1 2 3 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്കൊരു എറർ കിട്ടി, ക്യാനോട്ട് യൂസ് 1 2 3. പക്ഷേ എന്താ, അൺടൈപ്പ് ഇൻറ്റ് ആണത്. ആസ് എ സ്ട്രിങ് വാല്യൂ ആയിട്ട് 1 2 3 എന്നുള്ള പോലെ കൊടുക്കാൻ പറ്റില്ല. സോ സ്ട്രിങ് തന്നെ കൊടുക്കണം എന്നർത്ഥം. ഓക്കെ, സോ ഞാനത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. fmt.println ഞാൻ വിളിച്ചു. അപ്പോൾ fmt എന്നുള്ള പാക്കേജ് ഇവിടെ ഓട്ടോ ഇമ്പോർട്ടായി.
എന്നിട്ട് ഞാൻ പറയുകയാണ് എന്തെന്ന് മൈ മാപ്സ് ഓഫ് എന്താ നമുക്ക് കാണണ്ടേ ഡോഗ് പറയാം. സോ ഇനി നമുക്ക് നോക്കി നോക്കാം. ഗോ റൺ main.go. അപ്പോൾ നമുക്ക് ലിസ എന്ന് നമുക്ക് കിട്ടി, വിച്ച് മീൻസ് ലൈക്ക് യു ആർ കറക്റ്റ്. ഓക്കെ, സോ ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാറ്റ് നമുക്ക് പറയാൻ പറ്റും. സോ ഞാൻ പറയുകയാണെന്ന് fmt.println എന്നുള്ളത് മൈ മാപ്സ് ഓഫ് ക്യാറ്റ് എന്ന് പറഞ്ഞ് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലിസയും കിട്ടും, അതേപോലെ മിട്ടുവും കിട്ടും. ഓക്കെ, സോ ഇപ്പോൾ നമുക്കൊരു ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എങ്ങനെയാണ് മൈ മാപ്സ് ഒക്കെ വർക്ക് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഈ വാരിയബിൾ എന്നുള്ള പോലെ കൊടുക്കാണ്ട് നമുക്ക് നേരെ ഡയറക്റ്റ്, അതാണ് ഞാൻ ഇവിടെ കോളം കൊടുത്തത് നേരത്തെ, പക്ഷേ നമുക്ക് നേരെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. സോ ഇത് ഈ സംഭവം തന്നെ വേണ്ട, മാരി ഡിഫൈനിങ് തന്നെ വേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് എന്ത് കിട്ടും, എല്ലാ വാല്യൂസും കിട്ടും. നമുക്ക് നോക്കി നോക്കാം അങ്ങനെ. സോ ലിസ മിട്ടു എന്നുള്ള പോലെ കിട്ടി. വേറെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയും കൊടുക്കാൻ പറ്റും, കോളൻ ഈക്വൽ ടു എന്നുള്ള പോലെ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക വാല്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചു കഴിഞ്ഞു, ഡോഗ് കാറ്റ് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ലിസ മിട്ടു എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുകയാണ് fmt.println അപ്ഡേറ്റിംഗ് മൈ മാപ്സ് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു, ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഞാൻ പറയുകയാണ് എന്തെന്ന് മൈ മാപ്പ് ഓഫ് ഡോഗ് എന്നുള്ളത് ബെക്കു ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഞാൻ ഡോഗിനെ മാത്രം എന്ത് ചെയ്തു, ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, സോ എന്നിട്ട് ഞാൻ ഇത് രണ്ടുപേരിനെയും ഞാനിവിടെ താഴെ വിളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്കി നോക്കാം. സോ ആദ്യം ലിസ മിട്ടു കിട്ടി, അപ്ഡേറ്റിംഗ് മൈ മാപ്സ്. പിന്നെ എന്താ കിട്ടിയ ബെക്കു മിട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്തു, ആ ഒരു മാപ്പിനെ നമ്മൾ എന്ത് ചെയ്തു അപ്ഡേറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഈസ് ലൈക്ക് റിട്രീവിങ് ആണ് നമ്മളിവിടെ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ഈ മാപ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ fmt.println എന്ന് പറഞ്ഞിട്ട് വെറുതെ മൈ മാപ്സ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. വെറുതെ മൈ മാപ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് മാപ്സിൻ്റെ അകത്തുള്ളത്. സോ നമുക്ക് കാണാം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പിൻ്റെ അകത്ത് ക്യാറ്റ് മിട്ടു ആണ്, ഡോഗ് ബെക്കു ആണ് എന്നുള്ള പോലെ നമുക്ക് കിട്ടി. സോ ഈ ഒരു ഓർഡർ എപ്പോഴും ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല, ലൈക്ക് ഇതിങ്ങനെ കറക്റ്റ് ഓർഡറിലാണ് ഫോളോ ചെയ്യാമെന്നങ്ങനെയൊന്നും ഇല്ല. കാരണം ഇത് മാറാൻ ചാൻസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല മാപ്പിലുള്ള ആദ്യത്തെ സാധനം തായോ എന്നുള്ള പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്തത് നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ് കൊടുത്തത് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു പറയുകയാണെന്ന് ടൈപ്പ് യൂസർ നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രക്റ്റിനെ കുറിച്ചിട്ട്. സോ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നെയിം സ്ട്രിങ് ആണെന്ന് പറഞ്ഞു, ലാസ്റ്റ് നെയിമും സ്ട്രിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം ഞാൻ യൂസർ എന്നുള്ള ഒരു ടൈപ്പ് സ്ട്രക്ചറിൽ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, സോ ഇനി ഞാൻ പറയുകയാണ് എന്തെന്ന് മൈ മാപ്സ് മൈ സ്ട്രക്ട് മാപ്പ് പറയാം. മൈ സ്ട്രക്ട് മാപ്പ് എന്നുള്ളത് ഞാൻ പറയുകയാണ് എന്തെന്ന് കോളൻ ഈക്വൽ ടു മേക്ക് ഓഫ് മാപ്പ് ഓഫ് സ്ട്രിങ് ആണ് കീ, പക്ഷേ അതിൻ്റെ വാല്യൂ എന്നുള്ളത് ഈ സ്ട്രക്റ്റാണ് എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് മൈ സ്ട്രക്ട് മാപ്പ് എന്നുള്ളത് അതിൻ്റെ കീ എന്നുള്ളത് എന്താ സ്ട്രിങ് ആണ്, വാല്യൂ എന്നുള്ളത് എന്താ ഈ അത്രയും വലിയ സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയുകയാണ് ജസ്റ്റ് ഒരു മീ എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്തെന്ന് യൂസറാണ്, യൂസറിൽ നമ്മളെന്താ വേണ്ടത് ഫസ്റ്റ് നെയിം അല്ലേ, ഫസ്റ്റ് നെയിം എന്നുള്ളത് എന്താ വെക്കുക നമ്മൾ മിസ്റ്റർ മല്ലു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ഇനി ഞാൻ എന്താ പറയേണ്ടത് ലാസ്റ്റ് നെയിം എന്നുള്ളത് നമുക്ക് എന്താ പറയാം, അയ്യോ ഇത് ഡബിൾ കോട്ട്സിലിടുകയായിരിക്കും ബെറ്റർ, പ്രോഗ്രാമർ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ മീ എന്നുള്ളതിൽ ഇതപ്പോൾ ഉള്ളത് നമ്മളുടെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് നമുക്കുള്ളത്. എന്നിട്ട് ഞാൻ പറയുകയാണ് എന്തെന്ന് നമുക്ക് മൈ മാപ്പ് സ്ട്രക്ചറിലേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. മൈ മാപ്പ് സ്ട്രക്ചർ മാപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു എന്തെന്ന് അതിൻ്റെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു എന്തെന്ന് എന്താ കൊടുക്കണ്ടേ, നമുക്ക് എന്താ പറയാം ഹൂ ആം ഐ അതാണ് ഞാൻ കൊടുത്തത് ഈക്വൽ ടു എന്ന് ഞാൻ പറയുകയാണ് മീ ആണ് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ കൊടുത്തില്ലേ, നമുക്കിപ്പോൾ മൈ മാപ്പ് സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. fmt.println മൈ മാപ്പ് സ്ട്രക്ട് അല്ല മൈ സ്ട്രക്ട് മാപ്പ്. ഓക്കെ, സോ
നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസയാണ്, മിട്ടുവാണ്, അപ്ഡേറ്റിംഗ് മൈ മാപ്സ് ബെക്കുവായി, മിട്ടുവായി, നമുക്ക് അതിലുള്ള എല്ലാം കിട്ടി, ക്യാറ്റ്, മിട്ടു, ഡോഗ്, ബെക്കു. പിന്നെ അടുത്ത് നമുക്ക് എന്താ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് ഹു എം ഐ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ മല്ലു പ്രോഗ്രാമർ എന്നുള്ള പോലെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരുമിച്ച് കാണുന്നതെന്ന് മാത്രം, ഇത് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് പറയുകയാണ് നമുക്ക് ഫസ്റ്റ് നെയിം മാത്രം കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, സെയിം പോലെ തന്നെ എന്ത് ചെയ്യണം, ഹു എം ഐ ആണ് നമുക്ക് കിട്ടണ്ടേ. ഓക്കെ, ഹു എം ഐയിൽ നമുക്ക് എന്താ കിട്ടണ്ടേ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡോട്ട് ഫസ്റ്റ് നെയിം. ഓക്കെ, സോ ഇനി നമുക്ക് നിന്ന് ക്ലിയർ ചെയ്യാം, നമുക്ക് നോക്കി നോക്കാം എന്താ വരിക എന്നുള്ളത്. സോ ലിസ, മിട്ടു അതൊക്കെ കിട്ടി. ലാസ്റ്റ് നോക്കി നോക്കുക മിസ്റ്റർ മല്ലു, വിച്ച് ഈസ് ലൈക്ക് നത്തിങ് ബട്ട് എൻ്റെ ഫസ്റ്റ് നെയിം. ഓക്കെ, സോ മാപ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, നമുക്കിങ്ങനെ എല്ലാ രീതിയിലും ഇങ്ങനെ നമുക്ക് സ്ട്രക്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അവസാനമായിട്ട് നമ്മൾ ഇതിൻ്റെ പറയാൻ നമുക്ക് റാപ്പപ്പ് ചെയ്യാനായിട്ട് മുമ്പ് നമുക്ക് പറയാനുള്ള ഫീച്ചർ എന്ന് പറയുമ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. സോ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഞാൻ പറയുകയാണത് ഡിലീറ്റ് എന്നുള്ള ഒരു കീ ഒരു ബിൽട്ടിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. സോ ഞാനിപ്പോൾ ഓവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ദ ഡിലീറ്റ് ബിൽട്ടിൻ ഫംഗ്ഷൻ ഡിലീറ്റ്സ് ദ എലമെൻറ്റ് വിത്ത് ദ സ്പെസിഫൈഡ് കീ ഫ്രം ദ മാപ്പ്. കണ്ടോ, ആ ഒരു മാപ്പിലത്തെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കീയിലുള്ള ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം, കീ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്പെസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം എന്ത്, മൈ മാപ്സിൽ നമുക്കറിയാം എന്തൊക്കെയാണുള്ളത് കീ ആയിട്ട്, ഡോഗും ഉണ്ട്, ക്യാറ്റും ഉണ്ട്. ഡോഗിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ബെക്കുവും, ക്യാറ്റിൻ്റെ വാല്യൂ ആണ് ഇത് മിട്ടുവും അല്ലേ. ഞാൻ പറയുകയാണ് മൈ മാപ്സിലുള്ള ക്യാറ്റിന് എനിക്ക് കളയണം. ഓക്കെ, സോ ഞാൻ പറയുകയാണ് ഡിലീറ്റ് മൈ മാപ്സ് ഓഫ് ക്യാറ്റ് എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, സോ ഇത് ഇങ്ങനെയല്ല കൊടുക്കണ്ടേ, കോമ കീ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളുടെ മാപ്പ്, കോമ അതിൻ്റെ കീ, അങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ. നമ്മളിപ്പോൾ ഇത് ഹോവർ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് എം എന്നുള്ളത് മാപ്പ് ഓഫ് ടൈപ്പാണ്, മറ്റേത് എന്താ കീ ഓഫ് ടൈപ്പാണ്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻടേക്ക് ചെയ്യുന്നത് എടുക്കുന്നത് ഒന്ന് മാപ്പിനെയും രണ്ടാമത്തെ കീനെയുമാണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കി നോക്കാം എന്തായിരിക്കും നമ്മുടെ മൈ മാപ്പിൽ ഉണ്ടാവുക നോക്കി നോക്കാം. മുന്നേ നമുക്ക് എന്താ ഡോഗും ക്യാറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്താ കാണുന്നത്, ഡോഗ്, ബെക്കു മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ വിച്ച് മീൻസ് ലൈക്ക് വി ഹാവ് ഡിലീറ്റഡ് ക്യാറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, കളഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇങ്ങനെയാണ് മാപ്പ്. ഇനിയും ഞാൻ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്ലൈസിനെ കുറിച്ചിട്ടായിരിക്കും. സോ കീപ്പ് ഓൺ വാച്ചിങ്.